നമസ്കാരം. ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിച്ചാൽ മതിയെന്ന് ശരിക്കും ട്രംപും ആഗ്രഹിക്കുന്നുണ്ട്, ഇറാന്റെ പ്രസിഡന്റും ആഗ്രഹിക്കുന്നുണ്ട്. അത്ര കണ്ട് വിഷയങ്ങൾ അവർക്കിടയിൽ ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. രണ്ടുപേരും തോൽക്കാൻ തയ്യാറുമല്ല. അമേരിക്ക ഒട്ടും തോൽക്കാൻ തയ്യാറല്ല. അപ്പം ഇറാൻ ഒട്ടും പുറകോട്ടും പോകുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഗൗരവമായി നോക്കിക്കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക പരാജയമായ പാകിസ്ഥാൻ, ഈ രണ്ടു കൂട്ടരും ഇത്രയും പരാജയം നിറഞ്ഞ ഒരു രാജ്യത്തിനെ, അല്ലെങ്കിൽ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പ്, ഒരു പരിഹാര ചർച്ച ഇസ്ലാമാബാദിൽ നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ പല പല കളികളോ ഇല്ലയോ എന്നുള്ള ലജ്ഞയില്ലേ ട്രംപിന്? സത്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ലജ്ഞ വേണം. അമേരിക്കൻ ഭരണകൂടം ഇത്രയ്ക്കും അങ്ങ് തരം താഴ്ന്നു പോയോ എന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. വൈറ്റ് ഹൗസിന് അതിൻ്റെതായ ഒരു മാന്യതയും ഗൗരവവും ഉണ്ടായിരുന്നല്ലോ, അതില്ലാതെ പോയോ? ഈ ട്രംപ് എന്താണ് ഈ കാട്ടിക്കൂട്ടണ? ലോക തോൽവിയായ, അല്ലെങ്കിൽ തീവ്രവാദത്തെ വളർത്തുന്ന, അല്ലെങ്കിൽ മതത്തെ മാത്രം മുന്നിൽ കണ്ട് മനുഷ്യരാശികളെ ഒന്നും അതിൻ്റെതായ രീതിയിൽ കാണാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനിൽ വെച്ച് ഈ യുദ്ധത്തിന്റെ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടുപേരുടെയും തോൽവി, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ക്ഷീണം എത്രത്തോളം, അവർ തമ്മിൽ എത്രത്തോളം ക്ഷീണിച്ചു എന്നതിൻ്റെ ഒരു എടുത്തുകാട്ടലല്ലേ. അവര് മെലിഞ്ഞു പോയെന്ന് എടുത്തു കാണിക്കുകയാണ്. ഇത് ഒരു നാണക്കേടായിപ്പോയി, ഭയങ്കര നാണക്കേടായിപ്പോയി. ഏതെല്ലാം രാജ്യങ്ങളുണ്ടായിരുന്നവർക്ക്, അല്ലേ? പാകിസ്ഥാനെ പോലെ ഒരു ലോക തോൽവിയായ രാജ്യത്തിനെ ആ രാജ്യത്ത് വെച്ചുകൊണ്ട് ഇറാനും അമേരിക്കയും, അല്ലെങ്കിൽ ഇറാൻ അവിടെ വെച്ചൊരു ഒത്തുറപ്പിന് തയ്യാറാന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയുടെ നട്ടൽ എവിടെ പോയിരുന്നു? അമേരിക്കയുടെ മാനാഭിമാനം എവിടെ പോയിരുന്നു? ഇത്രയും അങ്ങ് അതപ്പതിച്ചു പോയോ, ഇത്രയും ക്ഷയിച്ചു പോയോ ട്രംപെ? അപ്പൊ ട്രംപിന്റെ ഉദ്ദേശം എന്താണ്? ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു വെടിക്ക് ഒരു 100 പക്ഷി. അതാണ്, ഒരു വെടിക്ക് ഒരു പക്ഷി എന്നല്ല, 100 പക്ഷി. അതായത് അത് പലരെയും ഒന്ന് ചൊടിപ്പിക്കുക. അല്ലെങ്കിൽ ട്രംപ് ചിന്തിച്ചത് അത് അയാളുടെ ഒരു ബുദ്ധിയായിരിക്കും, അയാളുടെ നിലനിൽപ്പായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ഇന്ത്യയോടും മറ്റു രാജ്യത്തിനുള്ള വെറുപ്പായിരിക്കാം കാരണം. പക്ഷെ എവിടെയാണ് പാളി എന്നുള്ളതും അത് എത്രത്തോളം അത് അവരെ പിന്നിലോട്ടടിക്കുന്നെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലോക തോൽവിയായ പാകിസ്ഥാനിൽ വെച്ച് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു സമാധാന ചർച്ച ഇസ്ലാമാബാദിൽ വെച്ച് നടത്താൻ അമേരിക്ക അതിന് തയ്യാറായപ്പോൾ തന്നെ മനസ്സിലായിക്കൂടെ അമേരിക്കയുടെ തോൽവി, അല്ലെങ്കിൽ അമേരിക്കയുടെ ആ ശക്തി എത്രത്തോളം കുറഞ്ഞെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളായിരുന്നു. കാരണം ലോകത്തെ തീവ്രവാദത്തെ വളർത്തുന്ന ഒരു രാജ്യമായ ഇസ്ലാമാബാദിനെ എന്തുകൊണ്ട് ട്രംപ് ഇപ്പൊ ഇതുകൊണ്ടെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ, എല്ലാവർക്കും തെളിഞ്ഞ ചിത്രം കിട്ടിയല്ലോ. എത്രത്തോളം ഭാരതത്തിനെ ദ്രോഹിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്ന ട്രംപ് എന്നുള്ളത്. അമേരിക്കയിലും ആരെല്ലാം ഭരിക്കൂ, പക്ഷെ ട്രംപിനെ പോലെ ഒരു വക്രബുദ്ധിക്കാരൻ, അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഉള്ളിൽ ഒന്ന് വെച്ച് പുറമെ ഒന്ന് പെരുമാറുന്ന തരത്തിലുള്ള ഒരു നേതാവ് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് പകരം ഇദ്ദേഹം തന്നെ ആയിരിക്കാം. എന്തു തന്നെ ആയാലും അത് ട്രംപിന്റെ ഒരു വലിയ പരാജയമാണ്. ഇതിൽ ഭേദം അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് സമുദ്രത്തിൽ വെച്ച് ആയിക്കൂടായിരുന്നോ? ഏതെങ്കിലും സമുദ്രത്തിൽ വെച്ച് കപ്പലിലിരുന്ന് ചർച്ച ചെയ്തുകൂടായിരുന്നോ? ആരുടെ ഒരു ഉദ്ദേശമില്ല, ഏതെങ്കിലും ഒരു അവർക്ക് സാന്നിധ്യമുള്ളതോ, അല്ലെങ്കിൽ ഇറാന് സാന്നിധ്യമുള്ളതോ എവിടെയെങ്കിലും വെച്ചാവാമായിരുന്നല്ലോ. ഇന്ത്യയെ എപ്പോഴും തലവേദനപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്ന തീവ്രവാദ ശക്തികളെ ഉയർത്തിക്കൊണ്ടുവരാൻ വരികയും ചെയ്യുന്ന ആ ലോക തോൽവിയായ പാകിസ്ഥാനിൽ വെച്ച് ഈ ഒരു ചർച്ച നടത്തിയെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം നടത്തി പരാജയപ്പെട്ടു പോയി. അപ്പോഴത്തന്നെ മനസ്സിലാക്കാമായിരുന്നല്ലോ അവരുടെ ശേഷി എത്ര ഉണ്ടെന്നുള്ളത്. വീണ്ടും രണ്ടാമതും അവിടെ വെച്ച് നടത്താൻ ഉദ്ദേശിച്ചപ്പോഴെങ്കിലും ട്രംപിന് ഇതിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ ട്രംപിനൊരു വിലയുണ്ടായിരുന്നു. ഇത് സ്വയം അമേരിക്കക്കാരെ മുഴുവനും ട്രംപ് നാണം കെടുത്തിയിരിക്കുകയാണ്. സത്യമാണത്.
അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഇതും സത്യത്തിൽ പറഞ്ഞ ഇതുകൊണ്ടുണ്ടാവാവുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതുമാണ്. അതാണ് വേറൊരു സത്യം. അതൊരു വലിയ സത്യം നടക്കാൻ പോകുന്നത്. എല്ലാം മുകളിലിരുന്നെല്ലാം ഒരാൾ കാണുന്നുണ്ട്, എല്ലാം സത്യങ്ങളും ഒരാൾ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്തായാലും എല്ലാം കാലം തെളിയിക്കട്ടെ എല്ലാ സത്യങ്ങളും.